ഉള്ള സംശയമാണ് OnePlus 15 വാങ്ങണോ, iQOO 15 വാങ്ങണോ, അതോ iPhone 17 വാങ്ങണോ? ഇപ്പോൾ നമ്മൾ ട്വിറ്ററിൽ കണ്ടാലും എവിടെ പ്ലാറ്റ്ഫോമിൽ കണ്ടാലും യൂട്യൂബിൽ കണ്ടാലും എല്ലാവരും പറഞ്ഞു ഇപ്പം വാല്യൂ ഫോർ മണി എന്ന ഫോൺ എന്ന് പറഞ്ഞാൽ iPhone 17 ആണ്, ബേസ് മോഡൽ ഐഫോൺ. പക്ഷേ അത് നമ്മൾ ശരിക്കും വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 83,000 രൂപ കൊടുത്ത് ഒരു iPhone 17 വാങ്ങിച്ചാൽ അതിനകത്ത് പറയുന്ന 2 ക്യാമറ, ടെലിഫോട്ടോ ക്യാമറ അതിനകത്തില്ല, പിന്നെ ഉള്ളത് 2 ക്യാമറ. അതിൻ്റെ വീഡിയോഗ്രാഫും നല്ല സൂപ്പർ വീഡിയോഗ്രാഫിയാണ്. ഐഫോണിൽ വീഡിയോഗ്രാഫി എല്ലാം വേറെ ഫോണില്ലെന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ 83,000 രൂപ കൊടുത്ത് നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് മിനിമം ഒരു USB 3.2 എങ്കിലും വേണം, 3.1 എങ്കിലും വേണം. ആ ഒരു സ്റ്റാൻഡേർഡ് പോലും ഇല്ലാതെ ഫോൺ 2.2 കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. നിങ്ങൾ ഈ ചൈനീസ് ഫോൺ വെച്ചാണ് പറയുകയാണെങ്കിൽ അവരതിനുള്ള സ്റ്റാൻഡേർഡ് എല്ലാം തരുന്നുണ്ട്. USB 3.1 ഇതിനെല്ലാം തരുന്നുണ്ട്. നമുക്ക് USB 3.1 ആണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് മറ്റേ ഈ iQOO 15ലും OnePlus 15 തരുന്നത്. നമുക്ക് ഇപ്പോഴും ഐഫോൺ ബേസ് മോഡലിൽ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല. നമുക്ക് USB 2.2 ആണ് കിട്ടുന്നത്. അത് ആരും പറയുന്നില്ല, ഞാൻ അത് കേട്ടിട്ടില്ല ആരും പറയുന്നത്. അതുപോലെയാണ് ചാർജിങ് സ്പീഡ്. നിങ്ങൾ എത്ര ഈ iQOOലും OnePlusനും കൂടി ചാർജിങ് സ്പീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജാകും. ആ സമയത്ത് ഈ ഐഫോൺ ആണെങ്കിൽ 1.5 മണിക്കൂർ ചാർജ് എടുക്കും. ബാറ്ററി എല്ലാം പറയും ഭയങ്കര ഒപ്റ്റിമൈസാണ്, ഒരു ദിവസം കിട്ടും, ആ കൊണയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. iQOO ആണ് OnePlus ആണെങ്കിലും നമുക്ക് 1.5 ദിവസം സുഖമായിട്ട് കിട്ടും ബാറ്ററി ബാക്കപ്പ്. 7000 mAh എന്ന് പറയുന്നത് ചെറിയ കാര്യം, വലിയ സിലിക്കോൺ ബാറ്ററിയാണ് അതിരിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഈ ചൈനീസ് ഫോൺ വാങ്ങുന്നത് തന്നെ നല്ലത്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നു ഐഫോണായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐഫോണിന് കഴിഞ്ഞ പ്രാവശ്യം iPhone 16നും iPhone 17നും നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ iPhone 16 60 Hz ഡിസ്പ്ലേ, ഇവിടെ വരുമ്പോഴത്തേന് 120 Hz ഡിസ്പ്ലേ വ്യത്യാസം വന്നു. ബാറ്ററി ശകലം വ്യത്യാസം വന്നു. പിന്നെ ഇത് പ്രോസസ്സർ വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജർ വന്നു ഐഫോണിനകത്ത്. അതൊക്കെ നോക്കുമ്പം അത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 ഫോണുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോഗ്രാഫി, ഫോട്ടോ അത് രണ്ടും വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ബാക്കി ഒരു കാര്യത്തിലും ഐഫോൺ ഇതിനേക്കാൾ മുകളിലാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതും കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഈ വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോഴത്തേന് ഏത് വാല്യൂ ആണെന്ന് കൂടെ നോക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഫോൺ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ല ഫോൺ വാങ്ങുന്നത്. അവരവരുടെ ചില അത്യാവശ്യ ഫോട്ടോകൾ മാത്രമേ ഫോൺ കൊണ്ട് എടുക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും ക്യാമറ വാങ്ങിച്ചെടുത്താൽ പോരെ 80,000 രൂപ കൊടുത്തിട്ട്, അങ്ങനെ പറയുന്നവർ അതാണ് നമ്മുടെ ആക്ച്വൽ മൊമെൻറ്റ്സൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ തന്നെ ഫോൺ വാങ്ങിച്ചാൽ ഞാൻ തന്നെ ക്യാമറ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത്ര ക്യാമറ സെൻട്രിക് ആണെങ്കിൽ ഒരു ക്യാമറ വാങ്ങുന്നതാണ് ക്യാമറ സെൻട്രിക് ഫോൺ വാങ്ങുന്നത്, ഒരു ക്യാമറ വാങ്ങുന്നത് നല്ലതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ പോവാം, ഐഫോൺ പ്രോ പോവാം, അവിടെ വിവോ പോവാം, ഓപ്പോ പോവാം, അതിൻ്റെ ക്യാമറ ഫോൺസ് ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം. അല്ലാതെ നിങ്ങൾ iPhone 17 ബേസ് മോഡൽ ഈ 2 ഫോണിനേക്കാളും വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊരു പറയുന്നൊരു ന്യായം പോലും ഇല്ല. പിന്നെ നിങ്ങളിങ്ങനെ കിടന്ന് ഈ ഐഫോൺ ഫാൻസ് ബോയ്സാണ് പറഞ്ഞത് ഇപ്പോൾ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഐഫോണിൽ 60 ഹെർട്സ് ഡിസ്പ്ലേ ആണ് നല്ലത് 120 ഹെർട്സ് ഡിസ്പ്ലേക്കാളും ആൻഡ്രോയിഡിലെ. എന്തോ തേങ്ങയോ മാതിരി പറയുന്നത്. ഈ iPhone 17 ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് 120 ഹെർട്സ് ഡിസ്പ്ലേ ഇടയ്ക്ക് കിട്ടത്തില്ല. നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറയുന്നത് ഈ 1 to 18 ലോക്കായി കിടക്കുക. 120 to 18 നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. iPhone 17 അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ബഗ്ഗാണോ അന്നറിയത്തില്ല, അവർ അപ്ഡേറ്റ് വഴി ശരിയാക്കുമായിരിക്കും, അതെനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനൊരു ഇതുണ്ട്, അതാരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞ് എൻ്റെ വിനീതമായ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ ഐഫോൺ ഫാൻ ബോയ്സേ, നിങ്ങളെ കൊണ്ട് തോറ്റു.